ഹായ്, നിങ്ങൾ ആക്ഷൻ ത്രില്ലർ സിനിമകൾ ഇങ്ങനെ തപ്പി നടക്കുന്നവരാണോ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു 5 സിനിമകളുടെ റെക്കമെൻഡേഷൻസ് ആണ് ഇന്ന് നമ്മൾ നടത്താൻ പോകുന്നത്. ഓൾറെഡി ഒരു 1-2 വർഷം മുന്നേ നമ്മുടെ ചാനലിലൂടെ ഈ ഒരു സിനിമകളുടെ ഒക്കെ തന്നെ ഡീറ്റെയിൽ റിവ്യൂസ് ചെയ്തിട്ടുള്ളതാണ്. സോ ഈ ഒരു വീഡിയോയിൽ വളരെ ക്വിക്കായിട്ടായിരിക്കും സിനിമയെ പറ്റി പറയുക. ഇനി ഏതെങ്കിലും സിനിമയെ പറ്റി കുറച്ച് കൂടുതലായിട്ട് അറിഞ്ഞിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്താൽ മതി. ഈ 5 സിനിമകളുടെയും ഡീറ്റെയിൽ റിവ്യൂസ് നമ്മൾ അവിടെ കൊടുത്തേക്കാം. എന്തായാലും നമുക്ക് നോക്കാം ആ ഒരു 5 സിനിമകൾ ഏതൊക്കെയെന്ന്. 1994 ഒരു ഇംഗ്ലീഷ് ഫ്രഞ്ച് ആക്ഷൻ ത്രില്ലർ സിനിമയായി പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ലിയോൺ ദ പ്രൊഫഷണൽ എന്ന് പറയുന്ന സിനിമയാണ് നമ്മുടെ ലിസ്റ്റിൽ ആ ഒരു 5ാം സ്ഥാനത്തുള്ളത്. ചിത്രത്തിന്റെ ഒരു വൺലൈൻ പ്രമേയം എത്രേ ഉള്ളൂ. നമ്മുടെ ചിത്രത്തിലെ ഒരു ഫാമിലി, ആ ഫാമിലിയെ നമ്മുടെ ചിത്രത്തിലെ വില്ലൻ തീർക്കുകയാണ്, അല്ലെങ്കിൽ വകവരുത്തുകയാണ് ആ ഒരു ഫാമിലിയിലെ മൊത്തം ആളുകളെയും. എന്നാൽ ഒരു കുട്ടി മാത്രം കുഴപ്പമില്ലാതെ ഇരിപ്പുണ്ട്. ആ ഒരു കൊച്ചു പെൺകുട്ടിയാണ്. എന്തായാലും അവൾക്കൊരു മനോഭാവത്താണ് തൻ്റെ കുടുംബത്തെ ഇല്ലാതാക്കിയ ആ ഒരു വില്ലനെ എങ്ങനെയെങ്കിലും വകവരുത്തണമെന്നുള്ളത്. എന്തായാലും കൊച്ചുകുട്ടിയായതുകൊണ്ട് തന്നെ അവൾക്ക് കളത്തിൽ നേരിട്ടിറങ്ങാനൊന്നും സാധിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ചിത്രത്തിലെ നായകനെ സമീപിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പേരാണ് ആ ഒരു ടൈറ്റിൽ ലിയോൺ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. എന്തായാലും നമ്മുടെ നായകന്റെ അരിയിലേക്ക് എത്തുകയാണ്. നായകനായിട്ട് ഒരു വാടക കൊലയാളിയാണ്. അദ്ദേഹത്തിന്റെ പണി ഇത് തന്നെയാണ്. ഇതിന് ശേഷം ത്രില്ലിംഗ് ആയിട്ട് നടക്കുന്ന സംഭവവികാസങ്ങളായിരുന്നു ചിത്രത്തിന്റെ പ്രമേയം എന്നുള്ളത്. അത്യാവശ്യം ഇമോഷൻസും ത്രില്ലിങ്ങും ഒക്കെ നിറഞ്ഞ ഒരു കഥാപരിസരവും അതിനുള്ളിൽ ഒരു മാസ് നായകനെയും അതുപോലെ തന്നെ ഒരു ടെറർ വില്ലിനെയൊക്കെ തന്നെ പ്രസന്റ് ചെയ്യാൻ സാധിച്ചിരിക്കുന്ന ഒരു സിനിമ തന്നെയായിരുന്നു ലിയോൺ ദ പ്രൊഫഷണൽ എന്നുള്ളത്. ഏകദേശം ഈ ഒരു കാലഘട്ടം, അല്ലെങ്കിൽ 94 നിന്ന് ഒരുപാട് കാലഘട്ടം പിന്നിട്ടുമെങ്കിലും ഇപ്പോഴും ഈ ഒരു സിനിമ ആക്ഷൻ ത്രില്ലർ സിനിമ പ്രേമികളുടെ ഒരു ഫേവറേറ്റ് തന്നെയാണ്. എനിക്കൊന്നും നിങ്ങളൊരു കട്ട ആക്ഷൻ ത്രില്ലർ ഫാൻ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സിനിമയൊക്കെ ഓൾറെഡി കണ്ടിട്ട് കാണും. എന്തായാലും ഈ ഒരു സിനിമ നിങ്ങൾക്ക് എംസോണിൽ മലയാള പരിഭാഷയിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ ഒരു ചിത്രം ആമസോൺ പ്രൈമിലും ഒക്കെ തന്നെ അവൈലബിൾ ആണ്. ഇനി നമുക്ക് നോക്കാം ആ ഒരു 4ാം സ്ഥാനത്തുള്ള ചിത്രം ഏതെന്ന്. 2022 പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു വിസ്മയ ചിത്രത്തെയാണ് നമ്മുടെ ലിസ്റ്റിലെ ഒരു 4ാം സ്ഥാനത്ത് ഉൾക്കൊള്ളിക്കുന്നത്. ചിത്രത്തിന്റെ പേരെന്നുള്ളത് അദേന എന്നുള്ളതാണ്. ഇതൊരു ഫ്രഞ്ച് ആക്ഷൻ ത്രില്ലർ ചിത്രമാണ്. ചിത്രത്തിന്റെ കഥ എന്നുള്ളത് ഇത്രേ ഉള്ളൂ. ഒരു ഏറ്റുമുട്ടലാണ് സിനിമയുടെ പ്രമേയം എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു കഥാപരിസരം എന്നുള്ളത്. അപ്പോൾ ഏറ്റുമുട്ടൽ ആരോടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണപ്പെട്ട ആളുകൾ പോലീസുമായിട്ടാണ്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ സിനിമ കണ്ട് തന്നെ മനസ്സിലാക്കി എടുക്കുക. ത്രൂ ഔട്ട് ആക്ഷൻ ആണ്. ഓക്കെ, അത് ത്രൂ ഔട്ട് സ്റ്റാർട്ട് ടു എൻഡ് ആക്ഷൻസ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വെച്ച് പിടിച്ചോ. അത്തരത്തിലുള്ള ഒരു ഗംഭീര എക്സ്പീരിയൻസ് നൽകുന്ന ഒരു സിനിമ തന്നെയായിരിക്കും അദേന എന്നുള്ളത്. കൂടാതെ ഇതിന്റെ മേക്കിംഗ് ഒക്കെ എടുത്തു പറയണം. അത് എന്തുകൊണ്ടെന്ന് നിങ്ങൾക്ക് സിനിമ കണ്ടാലേ മനസ്സിലാവുള്ളൂ. അത്രയും ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള സ്റ്റണ്ണിംഗ് ആയിട്ടുള്ള മേക്കിംഗ് ആണ് സ്റ്റാർട്ട് ടു എൻഡ് ഈ ഒരു സിനിമയ്ക്കുള്ളിൽ കാഴ്ചവെച്ചിരിക്കുന്നതെന്ന് പറയാൻ സാധിക്കും. വേറിട്ട സിനിമകൾ തപ്പി നടക്കുന്നവരാണോ നിങ്ങൾ, തീർച്ചയായിട്ടും വെച്ച് പിടിച്ചോ. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു റെക്കമെൻഡേഷൻ ആണ്. ഈ ഒരു സിനിമ എംസോണിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു ചിത്രത്തിന്റെ തമിഴ് ഡബ്ബിങ്ങും അവൈലബിൾ ആണ്. കൊറിയൻ സിനിമയിലെ ഒരു കൊച്ചു KGF എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ദ ബാറ്റിൽഷിപ്പ് ഐലൻഡ് എന്ന് പറയുന്ന സിനിമയാണ് നമ്മുടെ ലിസ്റ്റിൽ ആ ഒരു 3ാം സ്ഥാനത്തുള്ളത്. 2017 ഈ ഒരു ചിത്രം പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. സിനിമയുടെ ഒരു പ്രമേയം എന്നുള്ളത് കുറച്ച് ആളുകൾ, അതായത് മ്യൂസിക് ബാൻഡ് പരിപാടിയും കാര്യങ്ങളൊക്കെ നടത്തുന്ന കൊറിയയിലെ കുറച്ച് ആളുകളുടെ കഥയാണ് ഈ ഒരു ചിത്രത്തിന്റെ ഒരു പ്രമേയത്തിലൂടെ പറയാം. ഇനി സംഭവത്തിലേക്ക് കടക്കുമ്പോഴത്തേക്ക് ഞാൻ ഈ പറഞ്ഞ ഈ ട്രൂപ്പിലെ അംഗങ്ങളുണ്ടല്ലോ, അവരുടെ ലൈഫ് കുറച്ചുകൂടി ബെറ്റർ ആക്കണം, അല്ലെങ്കിൽ കുറച്ചുകൂടി ജീവിത നിലവാരമൊക്കെ തന്നെ മുൻപന്തിയിലാക്കണമെന്നൊക്കെ വിചാരിച്ച് ഇവർ ഈ കൊറിയയിൽ നിന്നും ജപ്പാനിലേക്ക് എത്തുകയാണ്. അവിടെ അത്യാവശ്യം ഭേദപ്പെട്ട ജോലിയൊക്കെ ചെയ്ത് കാശൊക്കെ ഉണ്ടാക്കാൻ ഓർത്താണ് ഇങ്ങോട്ട് ഇവരെത്തുന്നത്. പക്ഷെ അവർ വലിയൊരു ട്രാപ്പിലാണ് വന്ന് പെടുന്നത്. എന്താണ് ട്രാപ്പ് എന്നൊക്കെ ഉള്ളത് നിങ്ങൾ സിനിമ കണ്ട് തന്നെ മനസ്സിലാക്കി എടുക്കുക. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ അത് എക്സാക്ട് KGF ആണ്, അതേപോലെ എടുത്തു വെച്ചിരിക്കുന്ന സിനിമയാണെന്നും പറയാൻ സാധിക്കില്ല. പക്ഷേ ആ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ, അത് തീർച്ചയായിട്ടും ഈ ഒരു സിനിമയിലൂടെ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് തന്നെയാണ് വസ്തുത എന്നുള്ളത്. എടുത്തു പറയേണ്ടതിൻ്റെ മേക്കിംഗ് തന്നെയാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ഗംഭീരമായിട്ടുള്ള വിഷ്വൽ കാഴ്ചകളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു സിനിമയിലൂടെ കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ അത്യാവശ്യം തീപ്പൊരി ആക്ഷൻസും ഒക്കെ തന്നെ ഈ ഒരു ചിത്രത്തിലൂടെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. തീർച്ചയായിട്ടും വേറിട്ട ആക്ഷൻ സിനിമകൾ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ ധൈര്യമായിട്ട് വെച്ച് പിടിച്ചോ. അത്തരത്തിലുള്ള ഒരു സിനിമ തന്നെയാണ് ദ ബാറ്റിൽഷിപ്പ് ഐലൻഡ് എന്നുള്ളത്. ഈ ഒരു സിനിമയും എംസോണിൽ അവൈലബിൾ ആണ്. കൂടാതെ ആമസോൺ പ്രൈമിലും ചിത്രം അവൈലബിൾ ആണ്. അഫ്ഗാനിസ്ഥാനിലെ കൊടുംഭീകരനായിട്ടുള്ള താലിബാൻ തലവനെ വകവരുത്താൻ ഇറങ്ങിയ US ദൗത്യ സംഘത്തിന്റെ കഥ പറഞ്ഞ ലോൺ സർവൈവർ എന്ന് പറയുന്ന സിനിമയാണ് നമ്മുടെ ലിസ്റ്റിൽ ഒരു 2ാം സ്ഥാനത്തുള്ളത്. ഈ ഒരു ചിത്രം 2013 പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതൊരു അമേരിക്കൻ ബയോഗ്രഫിക്കൽ വാർ ആക്ഷൻ ത്രില്ലർ ചിത്രമാണ്. എനിക്കൊന്ന് ഈ ഒരു സിനിമ കൂടുതലായിട്ട് എൻജോയ് ചെയ്യാൻ പോകുന്നത് ഈ വാർ ആക്ഷൻ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടല്ലോ, അവരായിരിക്കും. ഈ ഒരു സിനിമയെ പറ്റി പറയുമ്പോഴത്തേക്ക് ഈ ഒരു സിനിമയുടെ കഥയ്ക്കുള്ളിൽ അത്യാവശ്യം ഇമോഷൻസ് ഉണ്ടായിരുന്നു, ഒരുപാട് ത്രില്ലിംഗ് ആയിട്ടുള്ള മൊമെന്റ്സ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സിനിമ കിട്ടുമായിട്ടാണ് മേക്ക് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സിനിമയെ പറ്റി പറയേണ്ടത്. അതിലും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ദൗത്യസംഘം ഉണ്ടല്ലോ, ഒരു 4 അംഗം ചേർന്നിട്ടുള്ള ദൗത്യസംഘമാണ്. ആ 4 പേരെ അഭിനയിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രത്തെ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്ന അഭിനേതാക്കളൊക്കെ തന്നെ അന്യായ പ്രകടനമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ 4 കഥാപാത്രങ്ങളും നിങ്ങളുടെ മനസ്സിൽ കയറും. അത്തരത്തിലുള്ള പ്രകടനങ്ങളും അതുപോലെ സിറ്റുവേഷൻസും ഒക്കെ കൊണ്ടും സമ്പന്നമായിട്ടുള്ള ഒരു സിനിമ തന്നെയായിരുന്നു ലോൺ സർവൈവർ എന്നുള്ളത്. തീർച്ചയായിട്ടും വാർ ആക്ഷൻ ഫിലിംസ് ഇഷ്ടപ്പെടുന്നവർ ധൈര്യമായിട്ട് വെച്ച് പിടിച്ചോ. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു റെക്കമെൻഡേഷൻ കൂടിയാണ്. ഈ ഒരു സിനിമ
നെറ്റ്ഫ്ലിക്സിലും അവൈലബിൾ ആണ്, അതുപോലെ തന്നെ ആമസോൺ പ്രൈമിലും അവൈലബിൾ ആണ്. സസ്പെൻസ്ഫുൾ ആയിട്ടുള്ള ഒരു ആക്ഷൻ ത്രില്ലർ സിനിമയാണോ നിങ്ങൾ കാണാൻ വേണ്ടി കൊതിച്ചിരിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു റെക്കമെൻഡേഷൻ ആണ് നമ്മൾ ഒന്നാം സ്ഥാനത്ത് ഉൾക്കൊള്ളിക്കുന്നത്. ചിത്രത്തിന്റെ പേര് വാണ്ടഡ് എന്നുള്ളതാണ്. 2008 പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു ഹോളിവുഡ് ആക്ഷൻ ക്രൈം ത്രില്ലർ ചിത്രമാണ്. എനിക്കറിയാം നിങ്ങളൊരു കട്ട ആക്ഷൻ ത്രില്ലർ ഫാൻ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സിനിമയൊക്കെ തന്നെ നിങ്ങൾ ആദ്യമേ കണ്ടിട്ട് വേണം. എങ്കിലും ആരെങ്കിലും കാണാത്തതുണ്ടെങ്കിൽ കണ്ടുകൊള്ളട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു റെക്കമെൻഡേഷനിൽ ഉൾപ്പെടുത്തുന്നത്. സിനിമയുടെ ഒരു പ്രമേയം എന്നുള്ളത് ഒരു സൂപ്പർ മാർക്കറ്റിൽ ഒരു അക്കൗണ്ടന്റ് ആയിട്ട് ജോലി ചെയ്യുന്ന ഒരു സാധാരണപ്പെട്ട ആളാണ് നമ്മുടെ നായകൻ എന്നുള്ളത്. ഒരു ദിവസം ഒരു അജ്ഞാതനായിട്ടുള്ള കൊലയാളി നമ്മുടെ നായകനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇതിനുശേഷം അൺഎക്സ്പെക്ടഡ് ആയിട്ട് നടക്കുന്ന ത്രില്ലിംഗ് ആയിട്ടുള്ള സസ്പെൻസ്ഫുൾ ആയിട്ടുള്ള സംഭവങ്ങളായിരുന്നു ചിത്രത്തിന്റെ പ്രമേയം എന്നുള്ളത്. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ സിനിമയുടെ കഥ പക്കാ സസ്പെൻസ്ഫുൾ ആണ്. നമുക്ക് മുന്നോട്ട് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതും സിനിമ കഥ പറഞ്ഞു പോകുമ്പോഴത്തേക്ക് അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ട്വിസ്റ്റുകളും ടേണുകളും ഒക്കെ തന്നെ വെച്ചാണ് ഈ ഒരു സിനിമയുടെ കഥ അവതരിപ്പിച്ചിരിക്കുന്നത്. കൂടാതെ ടെറർ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റൈലിഷ് ആയിട്ടുള്ള ആക്ഷൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളെ കയ്യിലെടുക്കും വിധത്തിലുള്ള ആക്ഷൻ കൊറിയോഗ്രഫിയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചിത്രത്തിനുള്ളിൽ നടത്തിയിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഒരു ഫേവറേറ്റ് സിനിമ കൂടിയാണ്, അതുകൊണ്ടാണ് ഒന്നാം സ്ഥാനത്ത് ഉൾക്കൊള്ളിക്കുന്നത്. തീർച്ചയായിട്ടും കണ്ടു നോക്കുക. ഈ ഒരു സിനിമ എംസോണിൽ അവൈലബിൾ ആണ്, അതുപോലെ തന്നെ C5 അവൈലബിൾ ആണ്, അതുപോലെ തന്നെ ആമസോൺ പ്രൈമിലും അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ആ ഒരു 5 സിനിമകൾ എന്നുള്ളത്. ഇതിൽ ഏതെങ്കിലും സിനിമകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏത് സിനിമയാണ് കണ്ടിട്ടുള്ളതെന്നും അഭിപ്രായങ്ങളും ആ സിനിമയെ പറ്റിയുള്ള അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. ഇനി ഏതെങ്കിലും സിനിമ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഒന്ന് കമന്റ് ബോക്സിൽ പങ്കുവെച്ചേക്കാം. നമുക്ക് എന്തായാലും മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ബൈ.